ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് ഫൗണ്ടേഷന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നോക്കാം. അതായത് ക്രൈറ്റീരിയ ഫോർ മെഷീൻ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ തിയറിറ്റിക്കലി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ഒന്ന്, ആ ഫൗണ്ടേഷന് ഇരിക്കുന്ന സോയിലിൽ നല്ല ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ സെറ്റിൽമെന്റ് വിതിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കണം. ഇതാണ് സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫൗണ്ടേഷൻ ഒരു മണ്ണിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക്കലി സ്റ്റേബിൾ ആവുന്നുണ്ടെങ്കിൽ നല്ല ബെയറിംഗ് കപ്പാസിറ്റിയുള്ള സോയിൽ ആയിരിക്കണം, പിന്നെ സെറ്റിൽമെന്റ് കുറവായിരിക്കണം. ഡൈനമിക് അനാലിസിസിലാണ് ഫ്രീക്വൻസി ക്രൈറ്റീരിയയും ആംപ്ലിറ്റ്യൂഡ് ക്രൈറ്റീരിയയും വരുന്നത്. അതിൽ ഫ്രീക്വൻസി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒമേഗ ബൈ ഒമേഗ എൻ, നാച്ചുറൽ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ബൈ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2, ഗ്രേറ്റർ ദാൻ 1.5 ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 2, അല്ലെങ്കിൽ ലെസ് ദാൻ 0.4. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ബൈ എഫ് എൻ, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ബൈ നാച്ചുറൽ ഫ്രീക്വൻസി ലെസ് ദാൻ 0.5 ഓർ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.5. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. യു കൻ സി സ്ക്വയർ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ബ്ലോക്ക് തന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഇരിക്കുന്നുണ്ട്. ആ പമ്പിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10.4 ടൺസ് ആണ്. പമ്പിന്റെ ഇല്ല, ഐ തിങ്ക് ഇറ്റ് ഇസ് വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അതായത് ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ബ്ലോക്ക് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, ആ പമ്പിന്റെ വെയിറ്റ് ആണ് കേട്ടോ. പമ്പിന്റെ വെയിറ്റ് ആണ് 10.4 ടൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് 12 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എൻ അല്ല, എഫ്. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എഫ് എൻ. ഇവിടെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എഫ് തന്നിട്ടുണ്ട്. മാക്സിമം വെർട്ടിക്കൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അറ്റ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് തന്നേക്കണം 15 കിലോമീറ്റർ ആണ്. അതായത് Q0 അല്ലെങ്കിൽ F0 എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. അസ്യൂം K is equal to K തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് പ്രൊപ്പോസ് ടു യൂസ് ദിസ് ഫൗണ്ടേഷൻ. ഈ ഡയമെൻഷനിലുള്ള ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻ റിക്വയർസ് ദാറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി ആൻഡ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ എ ഫാക്ടർ ഓഫ് അറ്റ്ലീസ്റ്റ് 2. അതായത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് എഫ് ബൈ എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ മാക്സിമം വൈബ്രേഷൻ വെലോസിറ്റി ഇസ് 0.2 മില്ലിമീറ്റർ പെർ സെക്കൻഡ്. പരമാവധി അനുവദിക്കാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0.2 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ഫൗണ്ടേഷൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 12 സൈക്കിൾസ് പെർ സെക്കൻഡ്, അത് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഈ 12 സൈക്കിൾസ് പെർ സെക്കൻഡിനെ ഞാൻ മിനിറ്റിലേക്ക് മാറ്റുകയാണ്. മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഓക്കെ 2π ഇൻറ്റു, അതായത് മിനിറ്റിലേക്ക് മാറ്റാൻ വേണം, ഒപ്പം തന്നെ ഇത് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലേ, ഇതിനെ റൊട്ടേഷൻസ് എന്നുള്ള രീതിയിൽ നമുക്കാക്കാം. റൊട്ടേഷൻസ് അല്ലെങ്കിൽ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാം. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ 12നെ ഇപ്പൊ നമുക്ക് ഒമേഗ തന്നിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1/2π ചെയ്യും. ഇപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഒമേഗ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം, 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2π ഇൻറ്റു ഫ്രീക്വൻസി നമ്മൾ ചെയ്യും. 2π എഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒമേഗ കിട്ടും. പക്ഷേ ഇത് റൊട്ടേഷൻസ് ഓർ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്. പെർ മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ കിട്ടും. ആ റെവല്യൂഷൻസ് പെർ മിനിറ്റ് 3000 RPM കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് മെഷീൻ ആണ് ഈ മെഷീൻ എന്ന് പറയുന്നത്. സോ ഹൈ സ്പീഡ് മെഷീൻ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതായത് 300 RPM മുകളിലാണെങ്കിൽ ഹൈ സ്പീഡ് മെഷീൻ, 600 മുതൽ 3000 RPM മുകളിലാണെങ്കിൽ ഹൈ സ്പീഡ് മെഷീൻ, 600 മുതൽ 3000 RPM വരെയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് മീഡിയം സ്പീഡ് മെഷീൻ. അതിന് താഴെയാണെങ്കിൽ 600 താഴെയാണെങ്കിൽ ലോ സ്പീഡ് മെഷീൻസ് ആണ്. അപ്പോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തു, ഇത് ഹൈ സ്പീഡ് മെഷീൻ ആണ്. കെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് നമ്മുടെ മെഷീന്റെ 10.4 ടൺ ആണ്. ഒരു ടൺ പറഞ്ഞാൽ 1000 കിലോഗ്രാം. സോ കിലോഗ്രാം ആക്കാൻ വേണ്ടി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കോൺക്രീറ്റ് ബ്ലോക്കിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 2.5/2.5/1. അതിന് 24 കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരാ. അത് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അതാ വെട്ടി കളഞ്ഞേക്കുന്നത്. ഓക്കെ, 10.4 ടൺസ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവര് 24 കിലോമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെയിറ്റ് ഓഫ് ദ ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു 150 കിലോമീറ്റർ. ഇനി അതിനെ ന്യൂട്ടൺ ആക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് മാസ് ആക്കാൻ വേണ്ടി 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ മാസ്, ഇത് ഫൗണ്ടേഷന്റെ മാസ്, ഇത് നിങ്ങളുടെ മെഷീന്റെ മാസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ മാസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ഇസ് ഈക്വൽ ടു √K/m വെച്ച് നമ്മൾ ഒമേഗ എൻ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി നമുക്കറിയാം. സോ നാച്ചുറൽ ഫ്രീക്വൻസിയും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും വെച്ചുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിക്കാം. ഇവരിവിടെ ചെയ്തേക്കുന്നത് എന്താ പറയുക, ഇതിപ്പോ 20.69 എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, റെവല്യൂഷൻസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ഇത് ഒമേഗ എൻ ആണ്. ഓക്കെ, ഇതിനെ എഫ് എൻ ആക്കി മാറ്റണം നാച്ചുറൽ ഫ്രീക്വൻസി ആക്കാൻ വേണ്ടിയിട്ട്. സോ എഫ് എൻ ആക്കാൻ വേണ്ടിയിട്ട് 20.69 നമ്മൾ 3.29 ആക്കി ബൈ 2π കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അത് ഹെർട്സിലായി അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡിലായി. ഇനി എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിലെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 12 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അത് ഡിവൈഡഡ് ബൈ നാച്ചുറൽ ഫ്രീക്വൻസി 3.2 സൈക്കിൾസ് പെർ സെക്കൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 3.64 കിട്ടി, വിച്ച് ഇസ് ഫ്രീക്വൻസി റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ സേഫ് ആണ് ഫ്രീക്വൻസി അപ്രോച്ച്.
ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡ് ക്രൈറ്റീരിയ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഇതാണ്. A is equal to നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ തന്നെ. Q0 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15 കിലോമീറ്റർ ആണ്. സോ 15 into 10 to the power of 3 നമ്മൾ ചെയ്തു. അതേ ഡിവൈഡഡ് ബൈ K ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഈ റേഷ്യോ ഒമേഗ ബൈ ഒമേഗ ഇൻടു റേഷ്യോ. ഒമേഗ നമുക്കറിയാം, ഒമേഗ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. A കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A. ഇനി നമുക്ക് ഒരു ഡാംഡ് ഫ്രീ വൈബ്രേഷൻ, അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണ്. A sin ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. അപ്പൊ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് A sin ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. പക്ഷേ എയും ബിയും നമുക്ക് അറിയില്ല, കോൺസ്റ്റൻസ് ആണ്. അത് ഇക്വേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം T is equal to 0 ഇട്ട് കൊടുക്കുന്നു. T is equal to 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഇക്വേഷൻ എന്താവും. T is equal to 0, ടൈം T is equal to 0, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് Z0 എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എഴുതാം, അതായത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ സൈനിന്റെ അവിടെ 0 എന്ന് കഴിഞ്ഞാൽ ഈ മൊത്തം ടേം വാനിഷ് ആവും, ഇത് മാത്രം ബാക്കി നിൽക്കും. cos 0 is equal to 1. അപ്പൊ B is equal to Z0 ആദ്യം കിട്ടും. കണ്ടോ, ബിന്റെ അവിടെ Z0 ആണ്. ഇത് ഇനീഷ്യൽ കണ്ടീഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A ഉണ്ടാവും, ഇവിടെ കോസ് ഒമേഗ ടി ആവും, ഇൻറ്റു ഒമേഗ വരും. അതായത് A ഒമേഗ കോസ് ഒമേഗ ടി എന്നാവും. ഇത് B ഇൻറ്റു ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി എന്നും ഇവിടെ വരും. എന്നിട്ട് നമ്മൾ അപ്പൊ ഈ റൈറ്റ് സൈഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, dz ബൈ dt, അതെന്താണ് വെലോസിറ്റി ആണ്. ഓക്കെ, സോ വെലോസിറ്റി നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് A ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് ബി ഒമേഗ സൈൻ ഒമേഗ ടി കിട്ടും. എന്നിട്ട് നമ്മൾ T is equal to 0, അതായത് ഇനീഷ്യൽ ടൈമിൽ 0 ആണെങ്കിൽ എന്താവും, ഇവിടെ ടൈം 0 വെലോസിറ്റി എന്തായിരിക്കും, V0 ആയിരിക്കും, ആണല്ലോ V0. സോ ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കോസ് ആവും, ഇത് സൈൻ ആവും. സോ T is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം വാനിഷ് ആവും, ഇത് ബാക്കി ഉണ്ടാവും. A ഒമേഗ ഇൻറ്റു കോസ് 0 ദാറ്റ് is equal to 1. അപ്പൊ A ഒമേഗ is equal to V0 എന്ന് കിട്ടും. അതിൽ നിന്ന് A നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, V0 ബൈ ഒമേഗ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ V0 ബൈ ഒമേഗയും ഈ Z0യും വരുന്നത്. ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുത്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എഴുതാം. ഇതാണ് അപ്പോൾ ഇക്വേഷൻ ഫോർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ എൻ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു, ഓക്കെ, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്നത് ഒമേഗ എൻ ഇൻറ്റു ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്നതാണ്. സോ 90 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ഈ ഇക്വേഷൻ, ഓക്കെ, ഈ ഇക്വേഷൻ ഇതാണുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ, ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു V0 ബൈ ഒമേഗ എൻ ഇൻറ്റു സൈൻ ഒമേഗ എൻ ടി. ഇത് 90 ഡിഗ്രി ആവുമ്പോൾ എന്താവും, സൈൻ 90 ഇറ്റ് ഇസ് ഈക്വൽ ടു, സൈൻ 90 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. അതേപോലെ ഇവിടെ നോക്കിയൊക്കെ കോസ് 90 എന്ന് പറയുന്നത്, കോസ് 90 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 0. സോ ഈ ടേം വാനിഷ് ആവും, ഇത് മാത്രം ബാക്കി ഉണ്ടാവും. ഓക്കെ, സോ സൈൻ 90 1 ആകുമ്പോൾ V0 ബൈ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു Z ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടും. അതാണ് A is equal to V0 ബൈ ഒമേഗ എൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ A is equal to V0 ബൈ ഒമേഗ എൻ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് V0 is equal to A into ഒമേഗ എന്ന് ഇതിന് ഇക്വേറ്റ് ചെയ്തെടുക്കാം. സോ V0 പീക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് A into ഒമേഗ എൻ ആണ്. A നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒമേഗ എൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആ വെലോസിറ്റി എന്നുള്ളത് കിട്ടും. അത് നമുക്ക് 2.29 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് 0.2 മില്ലിമീറ്റർ പെർ സെക്കൻഡ് പെർ മീറ്ററിനേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് സേഫ് ആണ് ആംപ്ലിറ്റ്യൂഡ് ക്രൈറ്റീരിയ നോക്കി കഴിയുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു കംപ്രസറിനെ കുറിച്ചാണ്. ഒരു കംപ്രസർ സപ്പോർട്ടഡ് ഓൺ എ ഫൗണ്ടേഷൻ 2 മീറ്റർ ബൈ 3 മീറ്റർ ബൈ 1.5 മീറ്റർ ആണ്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ എ സാൻഡി സോയിൽ. ഫൗണ്ടേഷന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അതൊരു സാൻഡി സോയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്രസറിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. മെഷീന്റെ വെയിറ്റും അതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഓസിലേറ്റിംഗ് മാസ് തന്നിട്ടുണ്ട് 2.5 കിലോമീറ്റർ ആണ്, വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 15 സെന്റിമീറ്റർ. ഇതാണ് ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഓസിലേറ്റിംഗ് മാസും ഒരു എക്സെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സെൻട്രിസിറ്റി നമുക്ക് യൂസ് ചെയ്യേണ്ടിയിരിക്കും. അസ്യൂം ദ വൈബ്രേഷൻ ഇഫ് ഇറ്റ് ഇസ് വെർട്ടിക്കൽ ആണെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ തന്നിട്ടുണ്ട്. ചെക്ക് ദ റെസൊണന്റ് ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ക്രൈറ്റീരിയ. ആംപ്ലിറ്റ്യൂഡ് ക്രൈറ്റീരിയ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആംപ്ലിറ്റ്യൂഡ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അത് വെച്ച് ഒമേഗ കണ്ടുപിടിച്ചു. ഓക്കെ, റൊട്ടേഷൻസ് പെർ സെക്കൻഡിൽ 62.83, ഒന്നുമില്ല 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മാസ് ഓഫ് ദ മെഷീൻ തന്നിട്ടുണ്ട് 120 കിലോ ന്യൂട്ടൺ. അതിനെ ന്യൂട്രാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ കിലോഗ്രാംസ് ആക്കി മാറ്റി. ഇനി മാസ് ഓഫ് ദ ഫൗണ്ടേഷൻ അതിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ കിലോ ന്യൂട്ടൺസിൽ കിട്ടി. അതിനെ ന്യൂട്ടൺസ് ആക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോഗ്രാംസിൽ കിട്ടി. ടോട്ടൽ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഇതും, അതായത് മാസ് ഓഫ് ദ മെഷീനും മാസ് ഓഫ് ദ ഫൗണ്ടേഷൻ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ മാസ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് K തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ന്യൂട്ടൺ പെർ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി Fn കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ 1/2.2 റൂട്ട് ഓഫ് K ബൈ M ആണ്. സോ റൂട്ട് ഓഫ് K ബൈ M നമ്മൾ ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. Fn is equal to this much. ഇനി ഫ്രീക്വൻസി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. F/Fn ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10 ആണ് ഹെർട്സ്. നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ അത് വെച്ചുകൊണ്ട് നമുക്ക് 1.5 കിട്ടി. ഹൈ സ്പീഡ് മെഷീൻ ആണ്, സോ സേഫ് ഇൻ ഫ്രീക്വൻസി ആണ്, 1.5 ഗ്രേറ്റർ ആണ്. സോ റെസൊണൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ആംപ്ലിറ്റ്യൂഡ് ക്രൈറ്റീരിയ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നേരത്തെ എന്തായിരുന്നു, Q0 ബൈ K അല്ലെങ്കിൽ F0 ബൈ K എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ വേറൊരു ഇക്വേഷൻ വേണം നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട്.
ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ ന്യൂമറേറ്ററിൽ ചേഞ്ച് ഉണ്ട്. നമ്മൾ Q0/K അവിടെ അപ്ലൈ ചെയ്തു, Q0 തന്നിട്ടുണ്ടായിരുന്നു, K തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ എക്സെൻട്രിസിറ്റി തന്ന സ്ഥിതിക്ക് അതിന് വേറെ ഇക്വേഷൻ വെച്ച് വേണം ചെയ്യാനായിട്ട്. യൂസ് ദിസ് ഇക്വേഷൻ ME into E divided by M into omega by omega and the whole square divided by 1 minus ഇത് കറക്റ്റ് R square the whole square plus 2D square R square the whole square 2DR the whole square. അപ്പോൾ അതിൽ ME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സെൻട്രിക് മാസ് ആണ്. ഓക്കെ, 2.5 കിലോ ന്യൂട്ടൺസ് ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ 2.5 into 10⁻³ ചെയ്യുമ്പോൾ ന്യൂട്ടൺസ് ആയി, 9.81 ഡിവൈഡ് ചെയ്യുമ്പോൾ കിലോഗ്രാംസ് ആയി. ഇനി സ്മോൾ എം, ഈ ഒരു സ്മോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ മാസ് ഓഫ് ദി, നിങ്ങളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മാസ് ഓഫ് ദി ടോട്ടൽ മാസ് ആണ്, ഫൗണ്ടേഷന്റെ മാസും പ്ലസ് വാട്ട് ഇസ് ദി മാസ് ഓഫ് ദി മെഷീൻ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 34250 കിട്ടുന്നത്. ആ മാസാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 34250 മാസ് ഓഫ് ദ മെഷീൻ പ്ലസ് മെഷീൻ ഫൗണ്ടേഷൻ. ഈ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ആണ്. സോ മീറ്റേഴ്സിലേക്ക് അതിന് മാറ്റണം. സോ 15 into 10⁻². ബാക്കി ഒമേഗ എന്നും ഒമേഗ നിങ്ങൾക്ക് അറിയാം. ഒമേഗ n by omega ratio 3.5 ആണ്. സെയിം ആയിരിക്കും. F/Fn റേഷ്യോ എന്താണോ അതിന്റെ ആയിരിക്കും ഒമേഗ ബൈ ഒമേഗ എൻ റേഷ്യോ. കാരണം എന്താ, F is equal to പറയുന്നത് ഒമേഗ എന്ന് പറയുന്നത് 2π into F ആണ്, ഒമേഗ എന്ന് പറയുന്നത് 2π into Fn. സോ 2π ക്യാൻസൽ ആയി പോകും, F/Fn തന്നെയാവും. സോ രണ്ടും സെയിം ആയിരിക്കും. സോ ഫ്രീക്വൻസി റേഷ്യോ നമുക്കറിയാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ ഒമേഗ ബൈ ഒമേഗ എൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കിട്ടും. ഈ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു ടേബിൾ ഉണ്ട്, ഞാൻ ഒരു ചാർട്ട് കാണിച്ചു തന്നിരുന്നില്ലേ ക്ലാസ് എടുത്തപ്പോൾ, ആംപ്ലിറ്റ്യൂഡ് ഇതുവരെ പോകാന്നുള്ളത്. ആ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു ടേബിൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ സ്പീഡ് മെഷീൻ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട്, ഇത് പഠിച്ചു വെച്ചാൽ കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ റേഞ്ച് ഉണ്ട്. ലോ സ്പീഡ് മെഷീൻ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ഇത് മുതൽ ഇതുവരെയാണ്. ഹൈ സ്പീഡ് മെഷീൻ ആണെങ്കിൽ 0.02 മുതൽ 0.05 വരെയാണ്. സോ അതിന് താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്ന് പ്രൊപ്പോസ് ചെയ്യുക. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് കിട്ടിയത് 3.5 അല്ല, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ 1.16 mm ആണ്. സോ അത് ഗ്രേറ്റർ ആണ്. ഓക്കെ, സോ ചേഞ്ച് ചെയ്യണം, നമുക്ക് ഇതിന്റെ മാസ് കുറയ്ക്കണം, ഇങ്ങനെ സജസ്റ്റ് ചെയ്യണം.